നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അന്ന് ഉണ്ടായതിൽ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ഒരുപാട് ടീംസ് ഓഫ് ഡോക്ടേഴ്സ് അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്ത് അവിടെ തന്നെ ഇഷ്ടംപോലെ പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിരുന്നു. ഒരു മോൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു ഒരു വള കണ്ടിട്ട് അത് സ്വന്തം അമ്മയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എന്നാലും ഈ ഇടപ്രായത്തിലുള്ള നല്ല തക്കുടു കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് നോക്കാനൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ എടുക്കുന്ന പോലെ ഇങ്ങനെ കോരിയെടുത്ത് വെയിറ്റ് നോക്കും, തിരിച്ചു കൊണ്ടുവന്ന് കിടത്തും. അപ്പോൾ ഈ ബോഡി നമ്മളിങ്ങനെ കീറി മുറിക്കും. ഒരു ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ താടിയോട് തുടങ്ങി ജനനേന്ദ്രിയത്തിൻ്റെ തൊട്ട് മേലെ വരെ ഒരു വലിയൊരു ഇൻസിഷൻ ഇടും. രണ്ട് സൈഡിലേക്കും ശരീരം ഇങ്ങനെ തൊലിയും മാംസം അടക്കം പൊളിച്ചു മാറ്റും. അപ്പോൾ വയറ് തുറക്കും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് തുന്നിക്കൂട്ടി കഴിയുമ്പോൾ അയ്യോ വീണ്ടും കുഞ്ഞെന്നുള്ളതിലേക്ക് നമ്മൾ വരും. എന്തോ അത് അങ്ങനൊരു സംഭവം സംഭവിക്കാറുണ്ട്. മരിക്കാം, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മരിക്കാനുള്ള അവസരമുണ്ട്, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം മരണം. പക്ഷെ നമ്മുടെ ബാക്കിയുള്ളവർക്ക് കാണാനൊരു ശരീരമെങ്കിലും ബാക്കി വെക്കണ്ടേ? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് ഒരു റെയിൽവേ ഡെത്ത് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ, ഈ ചീറിപ്പായുന്ന യങ് ആയിട്ടുള്ള പിള്ളേരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകൾ ഞങ്ങൾക്ക് ഓർമ്മ വരും. ഞാൻ ചെയ്തിട്ടുള്ളൊരു പയ്യനുണ്ട്, അവന് 19 വയസ്സ് എന്തോ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈസൻസ് എടുത്ത് ഇപ്പോൾ പുതിയ ബൈക്കും വാങ്ങി റോട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണെന്ന് അർത്ഥം. അവൻ നേരെ അമിതവേഗമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നേരെ നിയന്ത്രണം വിട്ടുപോയി ഒരു പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. എനിക്ക് ഓർമ്മയുണ്ട്, മുഖം ഇങ്ങനെ നേരെ നെടുകെ പിളർന്ന പോലെ, തേങ്ങയൊക്കെ ഉടഞ്ഞ പോലെ ഇങ്ങനെ പിളർന്നിരിക്കുകയാണ് എല്ലാ എല്ലുകളും. ഈ നടുക്കിലെ ലൈനിലെ എല്ലാ എല്ലുകളും ഇവിടെ താടിയെല്ലടക്കം എല്ലാം ഇങ്ങനെ പൊട്ടിപ്പിളർന്നിരിക്കുകയാണ്. അതിൻ്റെ ആ ആഘാതം ഏറ്റവും കൂടുതൽ റോഡ് ട്രാഫിക് ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഏത് മെഡിക്കൽ കോളേജിൽ വേണമെങ്കിലും കണക്കെടുത്ത് നോക്കിയോളൂ, എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. ഏറ്റവും കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കേസുകൾ എപ്പോഴും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു സിംഹഭാഗം 98% ടൂ വീലേഴ്സാണ്. അതും അധികം പുരുഷന്മാരാണ്, റൈഡേഴ്സാണ്, ഹെൽമെറ്റ് വയ്ക്കാത്തവരാണ്. ഇതൊന്നും തന്നെ ചിത്രം വളരെ വ്യക്തമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ 4 ചിത്രം മാത്രം കാണിച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഭീകരത നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ്. പിന്നെ മദ്യത്തിന് അതിലുള്ള പങ്ക് നമുക്ക് പറയാതിരിക്കാനേ പറ്റില്ല, അതുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന അധികവും ബാക്കിലിരിക്കുന്ന പില്യൺ റൈഡർ എന്ന് പറയും, ബാക്കിലിരിക്കുന്ന ആൾക്കാർ, മകൻ്റെ ബാക്കിൽ നിന്ന് യാത്ര ചെയ്യുന്ന അമ്മമാർ, ഭർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഭാര്യമാർ, ഇവർക്കൊക്കെ സ്ത്രീകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ചെരിഞ്ഞിരുന്ന് യാത്ര ചെയ്യുന്നവരാണ്. ഈ ടൂ വീലറിൽ ചെരിഞ്ഞിരിക്കും. അപ്പോൾ വലിയ അമിതവേഗതയൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ താഴെ വീഴും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ചെരിഞ്ഞിരിക്കുന്ന ഒഴിവാക്കുക. ചിലപ്പോൾ ചിലർ സാരി ഉടുക്കുന്നുണ്ട് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെൽമെറ്റെങ്കിലും വെക്കുക. ഹെൽമെറ്റ് വലിയ വ്യത്യാസം ഉണ്ടാകും. കാരണം ഹെൽമെറ്റ് വെച്ച് ആൾക്കാരെ അധികം ഞങ്ങൾ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം അവരൊക്കെ സർജറിയിലോ ഓർത്തോയിലോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ജീവിച്ച് വീട്ടിൽ പോകുന്നു എന്നാണ്. അല്ലാതെ അവരാരും വീഴുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങളധികം മോർച്ചറിയിലേക്ക് ഇങ്ങോട്ട് എത്തുന്നില്ല, എന്നാൽ അവർ ജീവിച്ചു പോകുന്നു. ഹെൽമെറ്റ് വെക്കാത്തവരാണ് അധികവും പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തുന്നത്. പിന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും. തൃശ്ശൂർ സംഭവിച്ചത് ഒരു ലോറി നിയന്ത്രണം വിട്ടിട്ട് റോഡ് പണി നടക്കുന്നതിൽ റോഡ് ക്ലോസ് ചെയ്ത ഭാഗത്ത്, ബ്ലോക്ക് ചെയ്ത ഭാഗത്ത് ഇത് പണിയെടുക്കുന്ന കുറേ തൊഴിലാളികൾ താമസിക്കുക മീൻസ് അവർ തൽക്കാലം അവിടെ തമ്പടിച്ച് ഇങ്ങനെ കുടുംബങ്ങളെ ചെറിയൊരു ടെൻറ്റ് കെട്ടി ചെറുതായി ഇങ്ങനെ അടുപ്പ് കല്ല് കൂട്ടി ഭക്ഷണം വെച്ച് കഴിച്ച് അവിടെ തന്നെ റോട്ടിൽ തന്നെ കിടക്കുക. അങ്ങനൊരു സെറ്റപ്പിലേക്ക് ബാരിയർ വെച്ച് ബാരിക്കേഡും തകർത്തുകൊണ്ട് ഒരു ലോറി ഓടിക്കേറിയ ഒരു കേസ്. എത്രയോ പേരാണ് അതിൽ മരിച്ചത്. അതിൽ കുറച്ചധികം കേസുകൾ നമ്മൾ തന്നെ ചെയ്തു. ബാക്കി കേസുകൾ ജില്ലാ ഹോസ്പിറ്റൽ, തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലാണ് ചെയ്തത്. അപ്പോൾ അതിലൊരു കേസ്, ഞാൻ ചെയ്ത കേസിൽ അവർ 2 കഷ്ണമായി പോയി. ഒരു അമ്മ കുട്ടി ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടി അപ്പുറത്തെ ടേബിളിൽ എൻ്റെ ജൂനിയർ ചെയ്യുന്നു. അപ്പോൾ ഈ അമ്മ 2 കഷ്ണമായി പോയി. അപ്പോൾ അതിൻ്റെ കൂടെ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ കവറിലൊക്കെ പെറുക്കിക്കൊണ്ടാണ് വന്നത് പോലീസ്. അപ്പോൾ അതിൽ നിന്നൊരു ആമാശയം കിട്ടി. ആമാശയം മാത്രം, ഈ സെപ്പറേറ്റ് പീസിൽ നോക്കിയപ്പോൾ ഇവരുടെ ശരീരത്തിൽ ഓൾറെഡി ആമാശയം ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു ആമാശയമേ ഉള്ളൂ. അതിൽ ഭക്ഷണങ്ങൾ വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ ഇവർക്ക് 2 കിഡ്നി ഉണ്ട്, അതല്ലാതെ ഒരു കിഡ്നി കിട്ടി. അപ്പോൾ നമ്മൾ ഇതിന് ആരുടെ? അപ്പോൾ ഈ അപ്പുറത്തെ ടേബിളിലൊന്നും ചെയ്യുന്ന കേസുകൾക്കൊന്നും ഈ പറഞ്ഞ അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, അതിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിലെ സാറിനെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ ഫോറൻസിക് സർജനുണ്ട്. സാറെ വിളിച്ചു വെച്ചപ്പോൾ അവിടുത്തെ ഒരു കേസിൽ
കിഡ്നി ഇല്ലായിരുന്നു, ഒരു കേസിൽ ആമാശയം ഇല്ലായിരുന്നു. അങ്ങനെ ആളുകളുടെ ശരീരഭാഗങ്ങൾ പോലും ചെതറിപ്പോയി ഇങ്ങനെ പെറുക്കി കൂട്ടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ള അവസരങ്ങൾ ഓർമ്മയുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അന്ന് ഉണ്ടായതിൽ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ഒരുപാട് ടീംസ് ഓഫ് ഡോക്ടേഴ്സ് അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്ത് അവിടെ തന്നെ ഇഷ്ടംപോലെ പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് പലർക്കും കാരണം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഹൗസ് സർജൻസോ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഇങ്ങനെ സംശയിക്കും, എല്ലാവരും ഉൾപ്പൊട്ടലിൽ മരിച്ചല്ലേ പിന്നെ എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, ഓട്ടോപ്സിക്ക് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്റ്റേറ്റ് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇയാൾക്കെതിരെ ക്രൈം നടന്നിട്ടുണ്ടോ, അപ്പോൾ ഇതൊരു മർഡർ ആണോ, ഇതൊരു നരഹത്യയാണോ എന്നറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരാളെ തൂങ്ങി മരിച്ച നിലയിൽ കൊണ്ടുവന്ന് പോലീസ് ഡോക്ടർ കണ്ടുപിടിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്, ഇയാൾ തൂങ്ങി മരിച്ചതാണോ അതോ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണോ. ഒരു വെള്ളത്തിൽ നിന്ന് ഒരു ബോഡി കിട്ടി, അത് കൊണ്ടുവരുമ്പോൾ അറിയേണ്ടത് ഇയാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണോ കൊന്നിട്ട് ബോഡി വെള്ളത്തിലിട്ടതാണോ. ഒരു തീപ്പൊള്ളലേറ്റ മരണം, അറിയേണ്ടത് ഇയാൾ തീ പൊള്ളി മരിച്ചതാണോ അതോ കൊന്നിട്ട് ബോഡി കത്തിച്ചതാണോ. എല്ലാ കേസിലും ഇത് പ്രധാനമാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ആൻസർ, ഇത് മർഡർ ആണോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വരും. അതിലൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്ന് ഐഡൻറ്റിഫിക്കേഷനാണ്. അവിടെ നടന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു ടീം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു സാറും റെസിഡൻസും ഒക്കെ കൂടി പിന്നെ അസിസ്റ്റൻസ് ഒക്കെ ഉള്ളൊരു ടീം അവിടെ പോയി. നിലമ്പൂരാണ് അവർ ക്യാമ്പ് ചെയ്തത്. അവിടെ നിന്ന് അവർ കേസുകൾ ചെയ്തു. നിലമ്പൂരെന്ന് പറയുന്നത് സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ ഇപ്പുറമാണ്. അപ്പോൾ പുഴയിലൂടെ ഒഴുകി വന്നിട്ടുള്ള ശരീരങ്ങളും ശരീരഭാഗങ്ങളുമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിലവർ പറഞ്ഞത് ഒരു പ്രാവശ്യം അവർക്കൊരു ഹാർട്ട് കിട്ടി, ഒരു വലിയ ഹാർട്ട്. അപ്പോൾ അത് മനുഷ്യൻ്റെ ആണെന്ന് തോന്നില്ല. അപ്പോൾ അവർ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായതൊരു കാളയുടെയോ പോത്തിൻ്റെയോ പശുവിൻ്റെയോ മറ്റോ ഹാർട്ടാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആണെന്ന് പോലും തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളൊക്കെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് നമുക്കൊരാളെ കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്. DNA ടെസ്റ്റ് ചെയ്താലാണ് സാധിക്കുന്നത്. അങ്ങനെ അതിൽ നിന്നൊക്കെ DNA സാമ്പിൾ എടുക്കുക. അതല്ലാതെ എന്തെങ്കിലും ശരീരഭാഗങ്ങളുണ്ടെങ്കിൽ അതിന് തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ നോക്കുക. ആഭരണങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു അസിസ്റ്റൻ്റായിട്ട് പോയിരുന്ന ചേച്ചി പറഞ്ഞു, ഒരു മോൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു, ഒരു വള കണ്ടിട്ട് അത് സ്വന്തം അമ്മയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ആ വള കണ്ടപ്പോൾ അവനെ തിരിച്ചറിഞ്ഞു എൻ്റെ അമ്മയാണെന്ന്. അപ്പോൾ അവരുടെ മുഴുവൻ ശരീരം കിട്ടിയോന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഉള്ള അനുഭവങ്ങൾ, ഇങ്ങനെ എന്താ പറയുക, ദാരുണമായ മരണങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം നമുക്ക് ഉണ്ടാവും. നമുക്ക് വിഷം വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണുന്നു, അത് പക്ഷെ ഉള്ളിലേക്ക് എടുക്കാതെ ഒരു വഴിയിലൂടെ അതിങ്ങനെ പുറത്തേക്ക് അല്ലെങ്കിൽ കളയുന്നു. അല്ലെങ്കിൽ അത് ഉള്ളിൽ നമ്മൾ അടിഞ്ഞുകൂടിക്കൊണ്ടിരുന്നാൽ നമുക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ഒരു പേഴ്സണൽ ലൈഫും എല്ലാം ഉണ്ട്, നമുക്കത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അത് ശരിയല്ല. നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിക്കാതാവും. അതും ശരിയല്ല. വളരെ കുഞ്ഞു മക്കളുടെയൊക്കെ കേസുകൾ, ഒരു വയസ്സ് കുഞ്ഞ്, അതിലെന്താ 6 മാസം പ്രായമുള്ള കുഞ്ഞ്, ദിവസങ്ങൾ പ്രായമുള്ള കുഞ്ഞ്, ഏറ്റവും ചെറുത് ഞാൻ ചെയ്ത് 14 ദിവസം പ്രായമുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഇടപ്രായത്തിലുള്ള നല്ല തക്കുട് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് നോക്കാനൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ എടുക്കുന്ന പോലെ ഇങ്ങനെ കോരിയെടുത്ത് വെയിറ്റ് നോക്കും, തിരിച്ചു കൊണ്ടുവന്ന് കിടത്തും. അപ്പോൾ ഈ ബോഡി നമ്മളിങ്ങനെ കീറി മുറിക്കും. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വിചിത്രമായൊരു സംഗതി എന്ന് ചോദിച്ചാൽ, എന്തോ ഒരു അത്ഭുതകരമായ കാര്യം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളത് കാണുമ്പോൾ അതൊരു കുഞ്ഞ്, അയ്യോ കുഞ്ഞ്, നമുക്കിങ്ങനെ പുന്നാരിക്കാൻ തോന്നും, നമ്മളിങ്ങനെ തൊട്ട് തലോടും. പക്ഷെ അതിൻ്റെ ജനറൽ ഫൈൻഡിങ്സ് അതെല്ലാം എഴുതി നമ്മൾ ഹെഡ് ടോ എല്ലാം പറയും. കണ്ണിങ്ങനെ ഇരിക്കുന്നു, ഓറിഫൈസസ് ദ്വാരങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, നഖങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാ ഫൈൻഡിങ്സും പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ദ മൊമെൻറ്റ് ദാറ്റ് വി ടച്ച് ദ ബോഡി വിത്ത് ദ സ്കാൽപ്പിൽ, ആ കത്തി കൊണ്ട് നമ്മൾ മുറിക്കാൻ ഫസ്റ്റ് ഇൻസിഷൻ ഇടാൻ വേണ്ടി തൊടുന്ന ആ മിനിറ്റിൽ അതൊരു കുഞ്ഞല്ല, അതൊരു ബോഡിയായിട്ട് മാറും. എവിടെയോ ഉള്ളിലൊരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഓഫാവും. അപ്പം നമുക്കതൊരു കുഞ്ഞല്ല, അതൊരു ബോഡിയായി. അത് ഏത് കേസ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഒരു സ്ത്രീയല്ല, അതൊരു പുരുഷനല്ല. അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഒരു കുഞ്ഞിൻ്റെ ശരീരം നമുക്ക് വെട്ടിമുറിക്കാൻ പറ്റില്ല. അതെന്തോ പക്ഷെ നാച്ചുറലായി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് എനിക്ക് മാത്രം തോന്നിയതുമല്ല, ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോട് കളീഗ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരും പറഞ്ഞു അത് ശരിയാണ്. അത്രയും നേരം നമ്മൾ അയ്യോ എന്ന് വിചാരിക്കും, പക്ഷെ പാവമെന്ന് തോന്നും. പക്ഷെ അപ്പോൾ ആ നിമിഷത്തിൽ അതൊരു ബോഡിയായിട്ട് മാറും, ഒരു പ്രോസസ്സായിട്ട് മാറും. പിന്നെ നമ്മൾ ആ ശരീരത്തിൽ നിന്നും ഓരോ അവയവങ്ങൾ ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് അത് നമ്മളോട് സംവദിക്കും. നമ്മൾ പുതിയ സംഭവങ്ങൾ അതിൽ നിന്ന് എന്താണ് സംഭവിച്ച അയാൾക്കെന്നുള്ളത് കണ്ടെത്തുകയാണ്. ശരിക്കും പോസ്റ്റ്മോർട്ടം കണ്ടു നിൽക്കുന്നത് ഒരു ഭീകരമായ ഒരു പ്രോസസ്സ് തന്നെയാണ്. കാരണം പല ആൾക്കാരും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ SI കേഡറ്റുമാർ, CPO കേഡറ്റുമാർ, പോലീസിൽ ഉള്ളവർ, ഫോറൻസിക് സയൻസ് വിദ്യാർത്ഥികൾ, നഴ്സിംഗ് സ്റ്റുഡൻസ്, അങ്ങനെ പല, പിന്നെ MBBS സ്റ്റുഡൻസ്, അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് നിൽക്കും. കുറേ പേര് കാണും, അതിൽ നിന്ന് 1-2 പേരൊക്കെ കുഴഞ്ഞ് വീഴും. കാരണം
സംഭവിക്കും. കാരണം നമ്മൾ ഒരു ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ താടിയോട് തുടങ്ങി ജനനേന്ദ്രിയത്തിൻ്റെ തൊട്ട് മേലെ വരെ ഒരു വലിയൊരു ഇൻസിഷൻ ഇടും. 2 സൈഡിലേക്കും ശരീരം ഇങ്ങനെ തൊലിയും മാംസം അടക്കം പൊളിച്ചു മാറ്റും. അപ്പോൾ വയറ് തുറക്കും. വയറിൽ കിടക്കുന്ന ബാക്കി ഓർഗൻസ് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻറ്റെസ്റ്റൈൻ, കുടൽമാല നമ്മൾ പുറത്തെടുക്കും. പിന്നെ ഇവിടെ അതേപോലെ നെഞ്ചിൻ്റെ എല്ല് 2 സൈഡും, നെഞ്ചിൻ്റെ നടുത്തിലുള്ള ഈ പലക എന്ന് പറയുന്ന സ്റ്റേൺ എന്ന് പറയുന്ന എല്ല് വാരിയെല്ലുകളായിട്ടുള്ള കണക്ഷൻസ് മുറിക്കും. ഇതെടുത്ത് മാറ്റും. ഇതങ്ങനെ ചെറിയ പ്രഷറിലൊന്നും സാധിക്കില്ല. നമ്മളിങ്ങനെ വലിച്ചു പറിക്കുന്ന പോലെയാണ്. അതേ സാധിക്കും. എത്ര ഫോഴ്സ് കൊടുത്താലേ അത് വരുള്ളൂ. നല്ല സ്ട്രോങ് ആണ്. അത് കഴിഞ്ഞിട്ട് നാവിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഇൻസിഷൻ ഇട്ട് നാവടക്കം ഈ മുഴുവൻ ഓർഗൻസോട് കൂടി ഒരു വലിയ ബ്ലോക്കായിട്ട് എടുത്തുകൊണ്ട് പോയി നമ്മൾ തൊട്ടപ്പുറത്ത് ഇത് ഡിസെക്ഷൻ ചെയ്യാനുള്ള ബോർഡിലേക്ക് വെക്കും. ഇത് കണ്ടു നിൽക്കുന്നത് ഒരു ഭീകരമായ പ്രോസസ്സാണ്. അപ്പം നമ്മളിതൊരു അയ്യോ കുഞ്ഞെന്നോ അയ്യോ ഒരാളെന്നോ വിചാരിച്ച് നമുക്കത് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഇത് തുടങ്ങുന്ന സമയത്ത് ഈ സ്വിച്ച് ഓഫാവും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് തുന്നിക്കൂട്ടി കഴിയുമ്പോൾ അയ്യോ വീണ്ടും കുഞ്ഞെന്നുള്ളതിലേക്ക് നമ്മൾ വരും. എന്തോ അത് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാറുണ്ട്.